കാലത്തെ കൂട്ടുകാരൻ്റെ നിർത്താനുള്ള ഫോൺ വിളി കേട്ടിട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത്. അവൻ ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട്, എടാ ഞാൻ നിനക്ക് വാട്സപ്പിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, നീ അതൊന്ന് കയറി നോക്കിയാന്ന് പറഞ്ഞപ്പോ ഞാൻ കണ്ട കാഴ്ചയാണ് മോനമ്പം ഹാർബറിൽ ഇങ്ങനെ വീടിന്റെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോ വീടിന്റെ മുറ്റം ഇങ്ങനെ. അതായത് 2 ദിവസം മുമ്പ് നല്ല മഴയുണ്ടായിരുന്നു. ഇന്നലെ തുടങ്ങിയ കാറ്റില് ഇടിഞ്ഞു പൊളിഞ്ഞു വീണാണ് ആ സാധനം. എന്റെ വീടിന്റെ ആ ഫോട്ടോ വീഡിയോ ഒന്നും ഇങ്ങനെ നേരത്തെ കണ്ടിട്ടുണ്ടാവും ഞാൻ വീഡിയോ ഇടുമ്പോ, അതായത് കണ്ടവര് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ നിന്നിരുന്ന അലങ്കാരം മുളയും കാണുന്നത് അതൊടിഞ്ഞു വീണു. പോരാത്തതിന് വീടിന്റെ ഫ്രണ്ടിൽ വെള്ളക്കെട്ട്, നല്ല വെള്ളക്കെട്ട്. ഇതേപോലെ വീടിന്റെ സൈഡിലുണ്ടായ 2 വാഴ ഒടിഞ്ഞു വീണു. എനിക്ക് ആകെ വിഷമമായ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാഴയില് ഞാലിപ്പൂവിന്റെ വാഴ ഉണ്ടായിരുന്നു. അതും നല്ല മതിച്ച കൊടപ്പനായിട്ട് നിന്നിരുന്ന സാധനം, നല്ല വലുതായിരുന്നു അത്. ആ കൊല്ലം മര്യാദക്കൊന്നും ആയിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് തിന്നാൻ പറ്റുന്ന സാധനമായിരുന്നു. നല്ല മതിച്ച കൊലയായിരുന്നു. അത് ഒടിഞ്ഞു. അത് എനിക്ക് സഹിച്ചില്ല. വീടിന്റെ മുകളിലത്തെ ഷീറ്റ് പറന്നുപോയി. ഷീറ്റ് വലിച്ചു കെട്ടിപ്പോ ഒരു കണക്കിന് സെറ്റ് ചെയ്ത് വെച്ചേക്കണാണ് കാണുന്നത്. അത്ര അലമ്പായി പോയി. ഞാനിത് പറയണതിന്റെ ഇടക്കാണ് നല്ലൊരു കാറ്റ് വീശണത്. കാറ്റ് ആദ്യം ചെറുതായിട്ട് തുടങ്ങി, ചെറിയൊരു പൊടിമഴ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് പിന്നെ കാറ്റങ്ങണ്ട് അടിച്ച് പെരുകി. നിസ്സാര കാറ്റായിരുന്നില്ല, മഴയും തുടങ്ങി. അത് അവസാനം എല്ലായിടത്തും മരൊടിഞ്ഞ് വീണിട്ടുണ്ടെന്ന് കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു. നമ്മുടെ പല സ്ഥലങ്ങളിലും സുഹൃത്തുക്കളുടെ വീടിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന മരങ്ങളെല്ലാം ഒടിഞ്ഞ്, ഇനി കരണ്ട് ഉണ്ടാവൂല, ഇതൊക്കെ പറഞ്ഞ് തീരെയല്ല. കാറ്റ് തുടങ്ങി. അങ്ങനെ നിർത്താണ്ട് കാറ്റടിക്കൊണ്ടിരിക്കും. കാറ്റെന്ന് വെച്ചാൽ നിസ്സാര കാറ്റല്ല, ഭയങ്കര ഡങ്ങീറ് പിടിച്ച കാറ്റാണ് വന്നുകൊണ്ടിരുന്നിരുന്നത് പല ഭാഗത്തും. ഇപ്പൊ എന്റെ വീടിന്റെ അവിടെ പൊതുവെ മരത്തിന് അത്ര ഹൈറ്റുകളില്ല. അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഉള്ള മരങ്ങൾ അത്യാവശ്യം വീഡിയോ കാണുന്ന പോലെ നന്നായിട്ട് കുലുങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒടിഞ്ഞു വീണ ശല്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് വന്നില്ല. ആകെ ഒരു വാഴ അലങ്കാരമുള്ളിന് പോയി. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഇരുന്നില്ല. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല പല ലൈൻ കമ്പികളിലും മരങ്ങൾ വീണ് പൊട്ടി, കറണ്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് എയർടെൽ സിമ്മും നമുക്കിട്ടുള്ള പണി കിട്ടി. പണി കിട്ടിയെന്നല്ല, പണി തന്നു. കാരണം ഈ 2 ദിവസമായിട്ട് നമുക്ക് ഈ ലൈൻ കമ്പിമ മരങ്ങൾ വീണ് ലൈൻ കട്ടായി KSEBക്കാരൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും പിടിച്ച് എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സിമ്മ് ടവറുകൾ, സത്യം പറയാല എയർടെൽ സിമ്മാണ് ശരിക്കും നമുക്ക് പ്രശ്നം ചെയ്തത്. അതായത് എയർടെൽ സിം ഉപയോഗിക്കുന്നവർക്ക് റേഞ്ച് കിട്ടണില്ല, എമർജൻസി കോൾസ്. ഇനി അഥവാ റേഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് കിട്ടണം, നെറ്റ് കണക്റ്റേ ആവണില്ല. നെറ്റ് കണക്റ്റ് ആവലൊക്കെ നമുക്ക് സെക്കൻഡറി കാര്യം, നമുക്ക് റേഞ്ച് കിട്ടണില്ല എന്നുള്ളതായിരുന്നു മെയിൻ. എൻ്റെ ഫോണിൽ ആദ്യം എമർജൻസി കോൾസ് ഓൺലി കാണിച്ച്, പിന്നെ നോ സർവീസ് കാണിച്ചു. അപ്പോൾ എൻ്റെ ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാത്രമെന്നാണ്. പക്ഷേ എൻ്റെ കൂട്ടുകാരന്മാർ വീട്ടിൽ വന്നപ്പോൾ അവന്മാർ പറഞ്ഞ സെയിം കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ഒരു കാര്യം ആലോചിച്ചപ്പോൾ കണ്ട, ഈ പെരും കാറ്റും മഴയും വന്നൊരു സമയത്ത് നമ്മളോട് സിമ്മുകാർ ചെയ്യണത് ശരിക്കും ഒരു ഇഷ്ടത്തരമായിട്ട് എനിക്ക് തോന്നി. കാരണം ബാക്കി എല്ലാ സിമ്മിനും റേഞ്ചും എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഇത് കണ്ട, എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു പറമ്പാണിത്. നല്ല നല്ല മരങ്ങളും, അയിനിച്ചക്കട മരം, അതേപോലെ തെങ്ങ്, പരുത്തി, അങ്ങനെ ഒരുപാട് മരങ്ങൾ നിന്നിരുന്നൊരു പ്ലേസായിരുന്നത്. അത് ശക്തമായ കാറ്റിൻ്റെ ഇടക്ക് ഇവിടുത്തെ നമ്മുടെ അയിനിച്ചക്കട പ്ലാവ്, അയിനിപ്ലാവ് എന്ന് പറയും, അത് ഒടിഞ്ഞ് വീണ് താഴേക്ക് വീണ്. സംഭവം അത്യാവശ്യം നല്ല സൈസുള്ള മരമായിരുന്നു. പക്ഷേ നമ്മുടെ ഇവിടെ ഒടിഞ്ഞ് വീണതെല്ലാം നല്ല സൈസ് മരങ്ങളാണ്. നല്ല 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 കൂടിയ മരങ്ങളും സൈസ് മരങ്ങളാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ടിൽ ഒടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ നിന്ന് ഞങ്ങൾ അപ്പോൾ എന്തായാലും ഇവിടുത്തെ കെടുതികൾ, അതായത് എന്തൊക്കെ സംഭവിച്ചു ഇവർക്കൊക്കെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങി ഞങ്ങൾ ആ വഴി ബീച്ചിലോട്ടാണ് പോയത്. കടൽക്ഷോഭം വല്ലതും വരുമോയെന്നറിയണ്ടേ, അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ബീച്ചിലേക്ക് കയറി. പിന്നെ ഞങ്ങൾ അവിടുത്തെ കെടുതികൾ അന്വേഷിക്കാൻ പോയി. അവിടെ നിന്ന് ബീച്ചിൽ കയറി. പിന്നെ നടന്നത് വേറെ കാര്യമാണ് മോനെ. കെടുതികൾ അന്വേഷിക്കാൻ പോയി ക്ഷീണമൊന്നും പറഞ്ഞും ചായക്കടയുടെ ഫ്രണ്ടിൽ കൊണ്ടേ വണ്ടി നിർത്തിയിട്ട് ചായ കുടിക്കണം പോലും. പിന്നെ ഈ പെരുമഴയും കാര്യങ്ങളൊക്കെ അല്ലേ, എയർടെൽ സിമ്മിൽ റേഞ്ചുമില്ല. കൂടെ വന്നവന്മാരെയൊക്കെ എയർടെൽ സിം. അവസാനം നമ്മളൊരു കമ്പനിക്കാരൻ അലൻ ഷാജിയുടെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടായി. അപ്പോൾ ആ ചായക്കടയിൽ കയറി അവിടെ നിന്ന് നമുക്ക് കടിയും ചായയും കുടിക്കാമെന്നുള്ളൊരു ഇതിൽ നേരെ കടപ്പുറത്ത് സൈഡിൽ തന്നെയുള്ള ചായക്കടയിലോട്ട് വന്നു. അപ്പോൾ ഞാൻ ആ സമയം നോക്കി ബീച്ചിൻ്റെ സീവാൾ കയറി നിന്ന് നോക്കിയപ്പോൾ കടലിന് വലിയ ശോഭിക്കാൻ മാത്രം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ കണ്ട ചുറ്റും നോക്കി വലിയ വലിയ തിരമാലകൾ അങ്ങനെ കാര്യമായിട്ട് വന്നില്ല, എന്നാലും മണ്ണടിഞ്ഞ് കയറിയിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ സമയം കൊണ്ട് ഇവന്മാർ ചായക്കടയിൽ ചെന്ന് ഓർഡർ കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം തീരുമാനമായി. അവന്മാരെല്ലാം ഓർഡർ കൊടുത്തെല്ലാം സെറ്റാക്കി. ഞാനപ്പോൾ അവിടെ ഉണ്ടായിരുന്നതിൽ നല്ലൊരു പഴംപൊരി നോക്കി വാങ്ങിച്ചു. എല്ലാം നല്ല മതിച്ച പഴംപൊരികളായിരുന്നു, അത്യാവശ്യം സൈസായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പഴംപൊരി വാങ്ങിച്ച് നല്ലൊരു ചൂടൻ കട്ടൻ ചായ, കാരണം മഴയൊക്കെ കൊണ്ട് നമ്മൾ ഒന്നാമത് തണുത്ത് നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചൂടൻ കട്ടൻ ചായയും കൂടി അടിക്കാലാന്നും കരുതി ഒരു ചൂടൻ കട്ടൻ ചായ പഴംപൊരിയായിട്ട് നേരെ വന്ന ആ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് കയറി. എന്നിട്ട് കുറച്ച് നേരം ശാന്തമായി കാറ്റൊക്കെ കൊണ്ടിട്ട് സാവധാനം ഒരു കട്ടൻ ചായം കുടിക്കാമെന്ന് എഴുതിയപ്പോഴേക്കും വിമൽ പോയി അടുത്ത കടിയും ഓർഡർ ചെയ്ത് നൈസായിട്ട് ആരും അറിയാത്ത പോലെ. ആ സമയത്താണ് ആഷിലും അലനും പഴംപൊരിയും കട്ടൻ ചായയൊക്കെ പിടിച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനൊരു ക്യാമറ ഓണാക്കി സെൽഫിയാണെന്നും പറഞ്ഞ അവന്മാരെ നിർത്തി. പിന്നെയാണ് അവന്മാർക്ക് അത് വീഡിയോ ആണ്. അങ്ങനെ കെടുതികളെല്ലാം അന്വേഷിക്കാൻ പോയി അവസാനം കറങ്ങി തിരിഞ്ഞ് ചായക്കടയിൽ തന്നെ എത്തിയ എൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരെയാണ്. അടുത്ത വീഡിയോസും കാര്യങ്ങളുമായിട്ട് അടുത്ത് തന്നെ വരും. ഇപ്പം ഞാൻ പോകുന്നു. ബൈ.